So hi guys, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അൺലേൺ അക്കാഡമിയിലെ. സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു മെറ്റ ആഡ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. സോ നമ്മൾ നോർമലി എന്ന് പറഞ്ഞാൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത ഉടനെ നമ്മൾ ആഡ്സ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫ്ലോയിൽ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് കാറ്റലോഗ്സ് ആഡ് ചെയ്യാം, അതായത് നമുക്ക് പ്രോഡക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ. അത് കൂടാതെ നമുക്ക് പിക്സലൊക്കെ ആഡ് ചെയ്യാം. അതായത് റീമാർക്കറ്റിംഗിന് ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു ടൂളാണ് പിക്സൽ എന്ന് പറയുന്നത്. സോ പിക്സൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ അപ്കമിങ് വീഡിയോസിൽ വരുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ആഡ് അക്കൗണ്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾ ടൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആഡ്സ് മാനേജറിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബിസിനസ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ തന്നെ വരുന്നുണ്ട്. ആ ആഡ് അക്കൗണ്ട് അവിടെ സെക്ഷൻ ചിലപ്പോൾ അൺഎബിൾ ആയെന്ന് വരില്ല, കാരണം ചില സാങ്കേതിക, അതായത് അവർക്ക് നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. അതായത് പേജിൻ്റെ പേരാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും ബയോ ആണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും അഡ്രസ്സ് ആണെങ്കിലും മെയിൽ ഐ ഡി ആണെങ്കിലും ഫോൺ നമ്പർ ആണെങ്കിലും എല്ലാം ഈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം. ബട്ടൺസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കണം. അല്ലാന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട് ഡിസേബിൾ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഡിസേബിൾ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്തിട്ടോ മാത്രമേ നമുക്കത് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ദിവസത്തിന് തന്നെ ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇങ്ങനത്തെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. അഥവാ അങ്ങനത്തെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ റെസ്ട്രിക്റ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ അപ്കമിങ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ റിവ്യൂ കൊടുക്കണം. ഫേസ്ബുക്കിന് റിവ്യൂ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ഫ്രീ ആക്കിയ അല്ലെങ്കിൽ ആഡ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ഫീച്ചർ അൺഎബിൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ ഡയറക്റ്റ്ലി വരിക. ഡയറക്റ്റ്ലി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൈം ഡീറ്റെയിൽ, അതേപോലെ ആഡ് അക്കൗണ്ട് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പേര് കൊടുക്കുക, അതേപോലെ ടൈം സോൺ കൊടുക്കുക, കൺട്രി കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും സിമ്പിളാണ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാറ്റലോഗ് ആണെങ്കിലോ ഇല്ല നിങ്ങൾക്ക് ഒരു പിക്സൽ കണക്ട് ചെയ്യാനോ ഈസി ആയിട്ട് പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആഡ് അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ആഡ് റൺ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ്. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.